ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ടേസ്റ്റി ബൈ ഷസർ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു ടൂറിൻ്റെ വ്ളോഗുമായിട്ടാണ്. അപ്പോൾ അത് പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ തേക്കടിയിലോട്ടാണ്. അപ്പോൾ രാവിലെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ രാവിലെ ഒരു 6:30ക്കാണ് തിരിച്ചത്. അപ്പോൾ ടൂറിന് ശബനമോളും ഫാമിലിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹസീന മോൾ വന്നതിന് ശേഷം ആദ്യത്തെ ഒരുമിച്ചുള്ള ടൂറായിരുന്നു. അപ്പോൾ അവർ മാത്രമായിട്ട് അല്ലാതെ ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലി ആയിട്ട് ഞങ്ങൾ പോകുന്നത് ഇപ്പോഴായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ആദ്യം തേക്കടിയിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശബനമോളും ഫാമിലിയും പോയ വണ്ടിയാണ് ആദ്യം പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ കൊട്ടാരക്കര എത്തിയപ്പോൾ ആര്യാസ് എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ ഇറങ്ങിയിട്ട് ഞങ്ങളടുത്ത് വിളിച്ച് പറഞ്ഞായിരുന്നു അവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. അപ്പം ഞങ്ങൾ പോയപ്പോൾ തന്നെ അവർ ഏകദേശം കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ വീഡിയോ ഒത്തിരി അങ്ങ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്, അത് പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളിരുന്ന ടേബിളിൻ്റെ കുറച്ചപ്പുറത്താണ് അവരിരുന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിൽ അവരെ ചെറുതായിട്ട് കാണാം. അപ്പോൾ അവരെല്ലാം അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഞാൻ എനിക്കുള്ള ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഒന്ന് ഫ്രഷായിട്ടാണ് ഞങ്ങൾ പിന്നെ യാത്ര തിരിച്ചത്. അപ്പോൾ ഇനി ഞങ്ങൾ പോകുന്നത് കുമരകത്തുള്ള ഹൗസ് ബോട്ടിലാണ്. അപ്പോൾ അത് ഞങ്ങൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഭാഗവും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, പ്രധാനപ്പെട്ടത് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഇരിക്കുന്നത് ഹൗസ് ബോട്ടിലാണ്. അപ്പോൾ ഫുഡെല്ലാം അവർ തന്നെയാണ് തരുന്നത്. അപ്പോൾ ഹൗസ് ബോട്ടിൽ പോയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കണേ, നല്ല അടിപൊളി ഒരു കാഴ്ച തന്നെയാണ്. മെനു സാമ്പാർ, പിന്നെ വൈകുന്നേരം ചിക്കൻ ഉണ്ടാവും, ദാലുണ്ടാവും, ചപ്പാത്തി, റൈസ്. പിന്നെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ പോകുന്ന വഴി കടയുണ്ട്. മീൻ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു തന്നാൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കേട്ടോ. ഇവിടുത്തെ പറഞ്ഞാൽ കേട്ടോ. ഇവിടെ കൊഞ്ച് കിട്ടും, നമ്മുടെ കായക്കൊഞ്ച്, ഞണ്ട്, നമ്മൾ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് പോകാൻ പറ്റില്ല, പോകുന്ന വഴിയാണ്. ഇത് 1800, ചെറുത് 1800, മറ്റത് 2000. പിന്നെ ബഡ് ക്രാബ് 1200. 1 kg 10, 12, 13 പീസ് ഇത്. എണ്ണ കൊച്ചു ഫോട്ടോ എടുക്കുന്നുണ്ടോ? മതിയാ? അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുള്ളത് 3 ബെഡ്റൂമുള്ള ഹൗസ് ബോട്ടാണ്. അപ്പോൾ വലുതും ചെറുതുകൊണ്ട് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് 3 ബെഡ്റൂമാണ്. അപ്പോൾ ഞങ്ങൾ 3 ഫാമിലി ആയതുകൊണ്ട് 3 ബെഡ്റൂമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ബെഡ്റൂമും ബാത്റൂമും എല്ലാം നല്ല സൗകര്യമുണ്ട്, നല്ല വൃത്തിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഏരിയയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് അടുത്ത 2 ബെഡ്റൂമും ഉള്ളത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ പോകുമോ? ഗ്ലാസ് ഉണ്ട് അല്ലേ?
അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. ഒരു മങ്ങല് ചോറതല്ല നീ കുഴപ്പമില്ല, ചോറതല്ല നീ കഴിച്ചോ. ഓ ഫ്ലൈറ്റ് വേണോ? അത് കൊള്ളാം കേട്ടോ. എന്തൊരു വാളം വരികയെ, എന്തൊരു ശബന ഒരു മങ്ങലും അല്ലേ? അല്ലല്ലേ, ഞാൻ വിചാരിച്ചു വേറെ വെക്കും. അപ്പോൾ എനിക്കുള്ള ഫുഡ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും അവിടുത്തെ ഫുഡ് തന്നെയാണ് കഴിച്ചത്. അപ്പോൾ അവരെല്ലാം കഴിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡാണ്, പുറത്ത് ഹോട്ടലിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല സൂപ്പർ ഫുഡായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞാണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയം ഞാൻ കൊണ്ടുവന്ന ഫുഡ് ഞാനും കഴിക്കുന്നുണ്ട്. ഈ സൈഡ് ലൈറ്റ് കിട്ടാത്തോണ്ട് സബ്വേ അടപ്പുണ്ട്. സബ്വേ തല അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. സത്യം പറയാമെങ്കിൽ എനിക്ക് ഈ ഹൗസ് ബോട്ടിൽ പോകാൻ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു. അപ്പോൾ മക്കളെല്ലാവരും കൂടെ നിർബന്ധിച്ചിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോയത്. അപ്പോൾ എനിക്ക് പേടി വരാനുള്ള കാരണമെന്ന് വെച്ചാൽ മുമ്പൊരിക്കൽ കുമരകത്ത് ഇതുപോലെ ബോട്ട് മറിഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായി. അപ്പോൾ അത് അന്ന് ഭയങ്കര പേടിയായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അതെൻ്റെ മനസ്സിൽ ഇന്നും പോവാതെ കിടപ്പുണ്ട്. അപ്പോൾ ഹൗസ് ബോട്ടിലുള്ള യാത്രയെന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ മക്കൾ പോയാലും നമ്മൾ പോയാലും നമുക്ക് പേടി തന്നെയാണ്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ പോകുമ്പോൾ പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ ഉമ്മാക്കും പാപ്പാക്കും വരാം എന്നുള്ളൊരു നിലപാടിലായിരുന്നു. അപ്പം ഞാനും ആലോചിച്ച് അതാണല്ലോ അതിൻ്റെ ശരി. അപ്പോൾ എന്തായാലും മക്കൾ പോകുന്നുണ്ട്, അപ്പോൾ നമുക്കും കൂടെ പോവാം എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ പോയില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായേനെ. സത്യം പറയാമെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു യാത്രയായിരുന്നു. അപ്പോൾ ഇപ്പോൾ സമയം 4 അപ്പോൾ ഇപ്പോൾ ചായ കുടിക്കാനുള്ള സമയമായതുകൊണ്ട് അവരൊരു ഭാഗത്തേക്ക് ബോട്ടിനെ കെട്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും ഇരുന്ന് ഇതുപോലെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കും ഞാനാണിത് ഓട്ടിച്ച് കൊണ്ടുപോകുന്നതെന്ന്. അല്ല കേട്ടോ, ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഇരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സമയമായപ്പോൾ ചായയും പഴംപൊരിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷായി. അപ്പോൾ സിയാമോനും സൈറുമോളും ഇതുപോലെ ഇരുന്ന് ബോട്ട് ഓട്ടിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ കരുതുന്ന അവരാണ് ഓട്ടിച്ച് നമ്മളെ കരയ്ക്ക് എത്തിച്ചെന്നുള്ള ഭാവത്തിലാണ്
മോള് ഓട്ടിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരി ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഞാനാണിത് കൊണ്ടുപോകുന്നതെന്നുള്ള മട്ടിലുള്ള നോട്ടമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിനി നാളെ തേക്കടിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ 11 മണിക്കാണ് ഞങ്ങൾ ബോട്ടിൽ കയറിയിട്ടുള്ളത്. നാളെ 12 മണിക്ക് ബോട്ട് കരയ്ക്ക് അടുപ്പിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത്യം പറയാമെങ്കിൽ പേടിച്ചിട്ട് കയറിയ ഞാൻ ലാസ്റ്റിൽ അതിൽ നിന്ന് ഇറങ്ങാനൊരു ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം അസീന മോളും മോനും ഒക്കെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു ചർച്ച നടക്കുകയാണ്. ഒരു 7 മണിയാകുമ്പോൾ നമുക്ക് മേളിലോട്ട് കയറി യൂന കളിയും അന്താക്ഷരിയൊക്കെ ചെയ്യാമെന്നുള്ള പ്ലാൻ. അപ്പൂന്റെ കീഴില്ല. റിവേഴ്സ് ഇടി അപ്പൂ, റിവേഴ്സ് ഇടി. ഓ സപ്ലൈ ചെയ്യാൻ എല്ലാരും കൂടിയോ വിജയത്തിന്റെ വക്ക്. അപ്പോൾ യൂനോ കളി കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡ് റെഡിയായി. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ചു കൊടുത്ത കൊഞ്ചാണ്. അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയുമാണ് അവരുടെ മെനു. നമ്മൾ വാങ്ങിച്ചു കൊടുത്ത കൊഞ്ചും കൂടെ അവർ ഫ്രൈ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ചോറും മസൂൽ ദാൽ കറിയും എല്ലാം ഉണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. ഫുഡ് 3 നേരവും നല്ല അടിപൊളി ഫുഡാണ്. അപ്പോൾ നേരത്തെ പോലെ തന്നെ എനിക്കുള്ള ചപ്പാത്തിയും കറിയും ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് കഴിച്ചത്. മക്കളെല്ലാം അവർ അവിടെ നിന്ന് കൊടുത്ത ഫുഡാണ് കഴിച്ചത്. എന്താണോ കണക്ക് ശരിയാവുന്നില്ല. 14, 3, 17. രണ്ടുപേര് കാണുന്നുണ്ട്. ഒരാള് കാണും. ജനറേറ്റർ നമ്മള് പറയാ ഈ ഗാന്ധർവ ഏത് അക്ഷരം ഇട്ട്? ഗംഗ. പഴയ പാട്ടെന്ന് പറഞ്ഞു മംഗളം മരം ഒറ്റയ്ക്ക് ചുട്ടമായി അമ്മായി ചുട്ടത് വിലസിടും മാരി. കള്ളക്കടക്കണ്ണില്ല. കറുത്ത പെണ്ണെ നിന്നെ കാണാൻ
ഇങ്ങനെയാക്കുമ്പോ ലൈക്ക് യെസ്. തെറാപ്പി ഇറങ്ങല്ലേ. അപ്പോൾ പിറ്റേന്ന് 12 മണിയായപ്പോൾ ഞങ്ങൾ ചെക്കൗട്ട് ആവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചായിരുന്നു. അപ്പോൾ ഇറങ്ങാനുള്ള ധൃതിയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അതാണ് അതിനെപ്പറ്റി കാണിക്കാത്തത്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ തേക്കടിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവരേലെ യാത്രയെല്ലാം പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ തേക്കടിയിൽ പോയി നമുക്ക് തങ്ങാനായിട്ടുള്ള റൂമൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ നേരത്തെ തന്നെ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടില്ലാതെ തന്നെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അവിടെ പോയതിന് ശേഷം കിടന്ന് അലയേണ്ടി വരും. എവിടെയാണ് നമ്മൾ റൂം എടുക്കേണ്ടത്, എങ്ങനെയാണ് എന്നൊക്കെ. കുമിളിയാണല്ലേ അടിപൊളി വൈബ് കേട്ടോ. കോട ഇറങ്ങി താൽവരയിൽ അത്രയും മല പൊക്കുമ്പോ വണ്ടി ഇടിച്ചിറങ്ങി നോക്ക്. തേക്കടിയിൽ തന്നെ ഒരു ഹോട്ടലിൽ കയറി എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ പിന്നെ പോയത് പെരിയാർ നാഷണൽ പാർക്കിലേക്കാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോയത് അവിടുത്തെ ഹണി ഫാമിലാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് കാണാം. ഇതെന്തോന്നെന്ന് പറഞ്ഞ് തേനിൻ്റെ ഇല്ലേ? തേനിൻ്റെ ഇല്ലേ? തേനീച്ചേര അല്ലേ? ഇതെവിടെ സ്ഥലം? ഇത് തേക്കടി. തേക്കടി. കൊല്ലംപട്ടണ എന്ന് പറയും. നമ്മുടെ നമ്മൾ പിന്നെ അവര് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ, അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ജാക്കറ്റ് കൊടുത്തതല്ല. കുറ്റത്തില്ല ചേട്ടാ, ഞങ്ങളൊക്കെ കണ്ടില്ല ജാക്കറ്റ് ശവന ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു വിളിക്കല്ലെന്നാ. ഒരു മിനിറ്റേ, ഇങ്ങനെ ഉണ്ട് അടിപൊളിയല്ലേ? അച്ചു വന്ന് തിരി. ഓക്കേണാ? അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് 3D സിനിമ കാണാനാണ്. അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് നമ്മൾ അവിടെ ചെന്നതിന് ശേഷം തന്നെയാണ് ടിക്കറ്റൊക്കെ എടുത്തത്. ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ കാണാനായിട്ട് കയറിയത്. എല്ലാവർക്കും ബുദ്ധിയുണ്ട്.
നമ്മൾ തേക്കടിയിലെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ അത്തപ്പൂ ഇട്ടിരിക്കുന്ന കണ്ടപ്പോൾ നല്ല രസമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് വീഡിയോയിലൂടെ എടുത്തത്. അപ്പോൾ നമ്മൾ പോയപ്പം തന്നെ ഒരു വെൽക്കം ഡ്രിങ്ക് എല്ലാം കൊണ്ട് തന്നായിരുന്നു. വെൽക്കം ഡ്രിങ്ക് ഐഡൻറ്റിഫൈവും മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷമാണ് നമ്മൾ റൂം സെറ്റ് ചെയ്യുന്നത്. എല്ലാം നല്ല ഡീറ്റെയിലായിട്ട് എടുക്കുന്നുണ്ട്. ആദ്യം തന്നെ അവരൊരു വെൽക്കം ഡ്രിങ്ക് തരുന്നുണ്ട്. നല്ല സർവീസാണ്, സൂപ്പറാണ്. അല്ലേ? ഇതാണ് നമ്മൾ പിറ്റന്നത്തേക്ക് എടുത്തിട്ടുള്ള റൂം. നമ്മൾ നേരത്തെ അത് ബുക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. നല്ല കാണിച്ചു കൊടുക്കാം. Come on, guys. Welcome. Thank you, bro. അപ്പോൾ ഇതാണ് വേണ്ടി ആ നമ്മടുത്ത് അപ്പോൾ ഇത് നിങ്ങളുടെ റൂമാണല്ലേ? അല്ലേ, നിങ്ങളുടെ റൂമാണ്, സ്വന്തം റൂം. സ്വന്തമായിട്ട് 2 ദിവസത്തേക്ക്. അടിപൊളി സീനറിയാണ്, സൂപ്പറായിട്ടുണ്ട്. ഇതാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്ന ഹോട്ടല്. നല്ലൊരു പൂളൊക്കെ അവിടെ കാണുന്നുണ്ട്. കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ അവിടെയാണ്. നീന്ത്, സ്പേസ് പോവും. യുനാനെ നോക്കിയാണെ പൊക്കം കുറവ്, അവിടെ വെള്ളം. ഞാനെടുത്ത റീലിടും. ഞാൻ നീന്തും. നല്ല നീന്തല് കേട്ടോ. പിന്നെ ഞങ്ങൾ മാജിക് കാണാനും പോയായിരുന്നു. രാത്രി ഷോ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു.
ഒരു കറുത്ത പാത്രമായിട്ട് കുഴപ്പമില്ല, കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിൻ്റെ അടുത്ത പാർട്ട് അടുത്ത ദിവസം തന്നെ ഞാൻ ഇടുന്നതായിരിക്കും. ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.